Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Happy New Year, ma'am. Yeah, Happy New Year to all. Happy New Year. Happy New Year. Okay, start here. Yeah, Happy New Year. Happy New Year. Okay, start here. Let's start this class. So, who is going to sing prayer and say the of the day? Yeah, okay, Happy New Year. Start here. Registration New Year. Happy New Year. Yeah, class starting. Registration goes to വിശേഷങ്ങളൊക്കെ പറയാം. Okay, start here. Prayer ആരാ ചൊല്ലുക? ഞാൻ ചൊല്ലാം മിസ്സേ. In the name of God, most gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful, owner of the day of judgment, owner of the day of judgment. Good afternoon all, Happy New Year. Okay, next. Third of the day. പരിശ്രമത്തിന്റെ പാറക്കെട്ടിലാണ് വിജയത്തിന്റെ നീരുറവ. സൈലിൻ ബൈ ഫസീല. Yeah, okay. അപ്പോ ക്ലാസ്സിലേക്ക് പോകണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യണോ? എന്താ വേണ്ടേ? ആ മാം. എന്താണ് ക്ലാസ്സിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ആണോ? ഫസ്റ്റ് ഇന്ററാക്ഷൻ ആണോ അല്ലെങ്കിൽ ക്ലാസ് ആണോ വേണ്ടേ? എന്തായാലും നല്ലൊരു തുടക്കമില്ലേ, ഫസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്യാം. ക്ലാസ് മതി. ഒപ്പീനിയൻ പറ. ക്ലാസ്സിൽ വേണോ? ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ന് ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോ കുറച്ചൊന്ന് എന്റർടൈൻമെന്റിന് ശേഷം ക്ലാസ് തുടങ്ങാന്നാണ്. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ടുള്ളതാട്ടോ, മെജോറിറ്റിയുടെ അല്ല മാം, തീരുമാനത്തിന്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് മാം. എല്ലാവരും അഭിപ്രായം. അപ്പോ ഓക്കെ, ന്യൂ ഇയർ ഒക്കെ ആണല്ലേ. How was your Christmas and New Year? How did you all celebrate Christmas and New Year? Tell me about some experience or memories in English. Okay? Ready ആണോ? ഇംഗ്ലീഷിൽ കേട്ടപ്പോ എന്താണ്? എന്താണ് സൈലന്റ് ആയോ പെട്ടെന്ന്? എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസ്? എങ്ങനെയുണ്ടായിരുന്നു? ന്യൂ ഇയർ എങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തു? അടിപൊളിയായിരുന്നു മാം. കണ്ട, മലയാളം ചോദിച്ചപ്പോ റിപ്ലൈ ഒന്നും വേണ്ട, ഇംഗ്ലീഷ് പറഞ്ഞപ്പോ സൈലന്റ് ആയിരുന്നു. ടീച്ചർ, ഇന്ന് എന്റെ ഹസ്ബൻഡ് രാവിലെ തന്നെ ഗൾഫിൽ നിന്ന് വന്നു, സസ്പെൻസ് ആയിട്ട് പറയാതെ വന്നു. സർപ്രൈസ് ആണ് അല്ലേ? അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. വാതിൽ വന്ന് മുട്ടിയപ്പോഴാ അറിയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂ ഇയർ ആയിട്ട് എക്സ്ട്രാ ഒരു അല്ലെ സന്തോഷങ്ങൾ. രാത്രി ഞാന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു, മെസ്സേജ് ഒന്നും പോയില്ല. അപ്പോഴേക്കും മനസ്സിലായില്ല വരുമായിരിക്കും എന്നുള്ളത് ഓർത്തില്ല. വിളിച്ചിട്ട് കിട്ടണില്ല, അപ്പൊ നെറ്റ് ഇല്ലേക്കോ അങ്ങനെ വിചാരിച്ച്, നെറ്റ് സ്റ്റോ എങ്ങനെ എന്തെങ്കിലും ആയിരിക്കോ. എന്നാലും ഒരിക്കലും വിചാരിച്ചില്ല വരുമായിരിക്കും, ഒരിക്കലും വിചാരിച്ചില്ല. ഓക്കെ, അപ്പൊ പറയൂ, ഇതെന്താണ് പറയാൻ കുറെ വിശേഷങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞതൊന്നും ഉണ്ടാക്കിയായിരുന്നു. മിസ്സിന്റെ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ പോലെ സെലിബ്രേറ്റ് ചെയ്തു. ഫുഡ് മെയിൻ ആണല്ലോ, കേക്ക് കട്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക, അതാണ് ക്രിസ്മസ്. സ്റ്റാർ ഇട്ടു അല്ലെ, സ്റ്റാർ ലൈറ്റ്സ് അതെല്ലാം അറേഞ്ച് ചെയ്തു. ഓക്കെ, പിന്നെ പുറത്തേക്ക് പോവാ, സെലിബ്രേറ്റ് ചെയ്തു ഫാമിലി. ഓക്കെ, നിങ്ങൾ പറയൂ, നിങ്ങളുടെ എന്താണ് എക്സ്പീരിയൻസ്, മെമ്മറീസ് ഒക്കെ പറയൂ. ഞങ്ങൾ ഇന്നലെ രാത്രി ഗ്രൂപ്പില് കുറച്ച് പേര് അന്താക്ഷരി കളിച്ച് പാട്ടുപാടി 12 മണി വരെ ന്യൂ ഇയർ പിന്നെ ഇയർ എൻഡിങ്ങും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു.
അത് മാത്രല്ല മിസ്സേ, ഇപ്രാവശ്യം ഞങ്ങൾ ക്രിസ്മസിന് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തായിരുന്നു ഗ്രൂപ്പില്. ഞങ്ങള് ഫ്രണ്ട്സ് കുറച്ച് പേര് ചേർന്നിട്ട് 60 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ ഓരോരുത്തർ ലെഫ്റ്റ് ആയിട്ടൊക്കെ 50 അങ്ങനെ ഉള്ളു. പക്ഷെ ഞങ്ങള് ഫ്രണ്ട്സിനെ തെരഞ്ഞെടുത്തു. ഓരോരുത്തര് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തു, അഡ്രസ്സൊക്കെ വാങ്ങിയിട്ട്. 11 വർഷമായി സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട്. 11 വർഷത്തിന് ശേഷം വീണ്ടും ആ ഒരു സ്കൂൾ ലൈഫൊക്കെ പോയ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ 2024 ഏറ്റവും മനോഹരമായ ഒരു വർഷമായിരുന്നു. പ്രായം കുറഞ്ഞല്ലേ, പഴയതിലേക്ക് പോയി അല്ലേ? അതെ അതെ, പഴയതിലേക്ക് പോയി. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ഒന്നും സംസാരിക്കണ്ട. അതാണ് കുഴപ്പം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സൈലന്റ് ആണ്, മൊത്തം സൈലന്റ് ആണ്, നമ്മൾ സംസാരിക്കാനേ ഇല്ല. ഓക്കെ, എന്നാ ട്രൈ ചെയ്ത് നോക്കൂ. ഇംഗ്ലീഷിൽ സംസാരിക്കണ്ടേ, പൊട്ടത്തെറ്റി പറയണം. ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് പുരോഗമിക്കാനുണ്ട്. നമ്മള് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പുരോഗമനം ഉണ്ടാവുള്ളൂ. ഞാൻ എന്നോട് എന്തുകൊണ്ടും പറയാം. ഓക്കെ, അറിയുന്നുണ്ടോ? ഇംഗ്ലീഷ് അറിയുന്നുണ്ടോ? എന്താണ് ഇംഗ്ലീഷ് പറയണം? മലയാളം വേണോ? 2024, it was the happiest year in my life because I got a lot of friends and lot of happiest moments. അത്രയൊക്കെ തന്നെ ഉള്ളു. അത്രേ ഉള്ളൂ. ഇനി ആലോചിച്ചുണ്ടാക്കിയിട്ട് വേണം. ഇന്നലെ ഞങ്ങൾക്ക് ഇങ്ങനെ ടൈം തരുന്ന അറിയിച്ചു. ഇന്നലെ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുണ്ടാക്കി എഴുതി വെച്ചേനെ. ഇതിപ്പോ ടൈമൊന്നും കിട്ടിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹാഫ് ആൻ അവർ മലയാളത്തിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം, പിന്നെ ബാലൻസ് ഹാഫ് ആൻ അവർ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇൻട്രാക്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ മിസ്സേ. അതുപോലെ ഇന്നലെ ഇയർ എൻഡിങ്ങിൽ ഞങ്ങൾ ഒരുപാട് ആഘോഷിച്ചു. കാരണം ഞങ്ങൾ ഗ്രൂപ്പിൽ അന്താക്ഷരി ഒക്കെ കളിച്ചിട്ട് അടിപൊളിയായിരുന്നു. ആ 12 മണി ആവും വരെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാറ്റിങ് ഒരുപാട് നേരം തുടർന്നുകൊണ്ടിരുന്നു. മനോഹരമായൊരു ഇയർ എൻഡിങ് ആയിരുന്നു ഇന്നലെ. അപ്പൊ കുറെ ഫ്രണ്ട്സിനെ കിട്ടി എല്ലാവർക്കും അല്ലേ? അപ്പൊ എന്റെ കൂടെ ഉൾപ്പെടുത്തോ? ഞാൻ ഫ്രണ്ടായിട്ട് വരട്ടെ, നിങ്ങളുടെ ഫ്രണ്ടായിട്ട് കൂട്ടുന്നത്. ഓക്കെ, മിസ് വേണ്ട, ഫ്രണ്ട് മതിയില്ലേ? ഓക്കെ. അപ്പൊ ഫ്രണ്ടിനോട് പറയുന്ന ഫ്രണ്ടിനോട് സംസാരിക്കുക, എല്ലാവരും കേൾക്കട്ടെ. ഞങ്ങളല്ലെങ്കിലും ഞങ്ങളെ ഞങ്ങള് ഫ്രണ്ട് തന്നെ കാണുന്നുള്ളൂ. സത്യം, ഞങ്ങൾ ഒന്നും ഒളി മാറിയില്ലാണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് ഒരു വിശ്വാസം. ഫ്രണ്ട് അങ്ങനെ കാണുന്നുള്ളു, ഫ്രണ്ട് ആയിട്ട് തന്നെ കാണുന്നുള്ളു എല്ലാ മിസ്സുമാരും. അങ്ങനെ വേണം. ഓക്കെ, എന്താണിത്? എത്രയോ സ്റ്റുഡൻസ് ഒരുപാടുണ്ട്, പക്ഷെ സംസാരിക്കുന്ന ഒരാൾ മാത്രമോ? എന്നാലും നിങ്ങൾ ന്യൂ ഇയർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാന്നല്ലേ പറഞ്ഞത്? ന്യൂ ഇയർ ആയിട്ട് മിസ് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് പഠിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ല, അതുണ്ട് മാം. മിസ്സേ പഠിക്കണം. ഇനി ന്യൂ ഇയർ ആയിട്ട് ഇംഗ്ലീഷ് ഒന്നും കൂടി മെച്ചപ്പെടുത്തണം. കാരണം ഇപ്പൊ ട്രെയിനിങ്ങിനൊക്കെ പോയ കാരണം കുറെ ക്ലാസ് ഒക്കെ മിസ്സായി. റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോ ഒന്നും മനസ്സിലാവണില്ലേ, ക്ലാസ്സിൽ മനസ്സിലാവണ പോലെ അല്ല, റെക്കോർഡ് ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഒന്നും മനസ്സിലാവണില്ല മിസ്സേ. അപ്പൊ ഇനി ഒന്ന് തൊട്ട് പഠിക്കണം എന്നുള്ള അവസ്ഥയില്. ട്രെയിനിങ്ങിന് പോയപ്പോ ഫുൾ ആ ഒരു മൈൻഡായി. 14 ദിവസം ഞാൻ ട്രെയിനിങ്ങിന് പോയപ്പോ പഠിച്ചതും മൈൻഡിലുള്ളതൊക്കെ പോയി. അവിടുത്തെ കുട്ടികളായിട്ട് ഇതായിട്ട് അവരായിട്ടുള്ള ആ ഒരു മൈൻഡ് ആയി പോയി. ഇനി ഒന്നി തൊട്ട് തുടങ്ങണം. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പൊ അതിലിന്റെ 14 ദിവസം കഴിഞ്ഞു. ഞാനൊരു ബഡ്സ് സ്കൂളായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കുറെ അനുഭവങ്ങൾ അവിടുന്ന് കിട്ടി. അതൊക്കെ കൊണ്ട് എന്റെ 2024 ഏറ്റവും മനോഹരമായത്. കാരണം ട്രെയിനിങ്ങിന് പോയ സമയത്ത് അവിടെ പിന്നെ എന്താണെന്നറിയോ, നമ്മൾ ഇപ്പൊ പൊതുവെ ആൺകുട്ടികളൊക്കെ പറയുമ്പോ ചെറുപ്പത്തില് ഈ വണ്ടിപ്രാന്തം, ഒരു വണ്ടികളോടൊക്കെ ആയിരിക്കും ക്രൈസ്.
പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മള് ടീച്ചറും കുട്ടിയായിട്ട് കളിക്കുക, ടീച്ചർ ആവുക അല്ലേ? അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ട്ടോ. ഞാൻ അങ്ങനെയായിരുന്നു. ഒരു ഷാളൊക്കെ ആയിട്ട് ഇങ്ങനെ സാരി ഒക്കെ എടുത്തിട്ട് വടിയൊക്കെ പിടിച്ചിട്ട് ടീച്ചറായിട്ട്, അത് എല്ലാവരുടെയും ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ടീച്ചർ. പക്ഷെ അതൊന്നും നടക്കുമെന്ന് വിചാരിച്ചതല്ല. അതിന്റെ ആദ്യ സ്റ്റെപ്പ് 2024 കൂടെ ട്രെയിനിങ് കൂടി ആയപ്പോ ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ആലോചിക്കും, എവിടേക്കാ ദിവസം പോകണ്ടല്ലോ, എവിടേക്കാ ഈ പോണേ? അപ്പൊ പറയും ഞാൻ ടീച്ചറായിട്ട് ട്രെയിനിങ്ങിന് പോവുക. അത് പറയുമ്പോഴുള്ള അത് കേൾക്കുമ്പോ അതെ ടീച്ചറായോ, അത് കേൾക്കുമ്പോഴുള്ള സന്തോഷം അത് ചെറുതൊന്നല്ല. നമുക്ക് ഓരോ പദവികളും ചിലതൊക്കെ നമുക്ക് വന്നു ചേരണത് ഒരു മരുമകൾ അല്ലെങ്കിൽ അമ്മ, അതുപോലെ ഏട്ടത്തിയമ്മ എന്നൊക്കെ, അമ്മായി, മേമ, അതൊക്കെ നമുക്ക് വന്നു ചേരുന്നതാണ്, നേട്ടങ്ങളാണ്. പക്ഷെ ഒരു ടീച്ചർ ആവാന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കണതാ. അപ്പൊ എന്റെ ലൈഫില് ആ ഒരു നേട്ടം അച്ചീവ് ചെയ്യാൻ പറ്റി 2024. അതാണ് എന്റെ 2024 മോസ്റ്റ് മെമ്മറബിൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ച നടക്കാനൊന്നുമില്ല. ഇതേപോലെ ഒരു അനുഭവം എനിക്കുണ്ടായി മാം. കാരണം എന്താ വെച്ചാൽ മോൻ പഠിക്കുന്ന സ്കൂൾക്കാണ് ഞാൻ ട്രെയിനിങ്ങിന് വന്നോട്ടെ എന്നുള്ളത് ചോദിച്ചത്. ഞാൻ എനിക്ക് എന്നല്ല പറഞ്ഞിരിക്കണത്, ട്രെയിനിങ്സിന് അവിടെ എടുക്കുന്നുണ്ടോന്നാ ചോദിച്ചത്. പിന്നെ അതിൽ എന്നോട് ആ മാം പറഞ്ഞു, മാം ആരാണെന്ന് വെച്ചാൽ വിട്ടോളൂ, KG സെക്ഷൻ അല്ലേ എന്നാല് മാം ഞാൻ തന്നെയാണ്. ഓ അതിന്റെ ഇടയിൽ ഇപ്പൊ ഇതൊക്കെ ചെയ്തോന്ന് എന്റെ അടുത്ത് ചോദിക്കുക. അപ്പൊ നമ്മള് പഠിക്കണതൊന്നും ഇപ്പൊ അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും പറയായിരുന്നു, എനിക്ക് ടീച്ചേഴ്സിനെ കണ്ടാല് എനിക്ക് എന്തെന്നില്ലാത്തൊരു റെസ്പെക്റ്റാ. കാരണം എന്താ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാല് കുട്ടികളുടെ മനസ്സറിഞ്ഞിട്ട് പ്രവർത്തിക്കുകയല്ലേ ചെയ്യണേ. അതില് നല്ലവരും ഉണ്ടാകും, ചിലവര് ഇങ്ങനെ റഫായിട്ട് നിൽക്കുന്നവരും ഉണ്ടാകും. കൂടുതൽ നമ്മൾ നമുക്ക് മാണിക്യക്കല്ല് സിനിമ ഉണ്ടല്ലോ, അത് ചിത്രശലഭങ്ങളുടെ വീട്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ടീച്ചേഴ്സിനോടുള്ള ബഹുമാനം ഇരട്ടിയാവും. കാരണം എന്താ വെച്ചാ അത് അത്രയും റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു പദവിയിലാണ് ഒരു നിൽക്കുന്നത്. ടീച്ചേഴ്സിനെ കാണുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു, കാരണം അവരോട് ആ കുട്ടികള് പിന്നെ ഇതിന്റെ ടീച്ചറാണ്, അവർക്കുള്ള സർപ്രൈസ് ഇപ്പൊ മോളുടെ സ്കൂളിലുണ്ടായി. ടീച്ചർക്ക് അറിയാതെ ബർത്ത്ഡേന്റെ അന്ന് കേക്ക് എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് കൊണ്ടുപോയി അത് കട്ട് ചെയ്തപ്പോ ആ ടീച്ചറുടെ മുഖത്തുള്ള ഒരു സന്തോഷം, എന്നിട്ട് ടീച്ചർ എനിക്ക് വിളിച്ചിട്ട് പറയാണ്, എനിക്ക് ഇങ്ങനെ മക്കള് തരുന്ന സർപ്രൈസ് ഉണ്ടല്ലോ, അതായത് ഞാൻ പഠിപ്പിക്കണ എന്റെ കുട്ടികള്, അതെനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കി, കേക്ക് അടിപൊളിയായിരുന്നു. അപ്പൊ ആ ഒരു പദവിക്ക് നമ്മൾ എത്തി എന്നുള്ളത് ഇപ്പോഴും എനിക്കൊരു സ്വപ്നം കാണുന്ന പോലെ. ഇനിയിപ്പോ ട്രെയിനിങ്ങും കൂടെ ചെല്ലുമ്പോഴേ നമുക്ക് പിന്നെ അറിയുള്ളൂ ഇനി എങ്ങനെയാണ് കുട്ടികളോട്. നമ്മളെ കഴിവിന്റെ പരമാവധി ഞാൻ അവിടെ ചെന്നിട്ട് ശ്രമിക്കണം എന്നാ വിചാരിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ പിന്നെ അള്ളാഹുവിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതെ, ഫാന്റസി കം ട്രൂ എന്ന് പറഞ്ഞ പോലെ ഫാന്റസി ആയിരുന്നു ഒരു ടീച്ചർ ആവുന്നുള്ളത്. നമ്മളെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. നമ്മള് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഫാന്റസി, അതായിരുന്നു. പക്ഷെ അത് സത്യമായ ഒരു ഇയർ ആയിരുന്നത്. നിങ്ങൾ പറയുമ്പോ എനിക്ക് എന്തിനാണ്, ഞാനും അങ്ങനെ തന്നെ. നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ചോദിക്കുമല്ലോ ആരാമാനാണ് ഇവിടെ, പറയും ടീച്ചറാണ്. അന്നൊന്നും എന്താണെന്ന് വെച്ചറിയാം, ടീച്ചറാന്ന് പറയും. അങ്ങനെ പറഞ്ഞ് എടുത്ത സബ്ജക്ട് ഇംഗ്ലീഷ് ആയിരുന്നു. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എടുത്ത സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്, ഒന്നും അറിയാത്തൊരു സബ്ജക്റ്റ് ആണ്. എങ്ങനെയോ എടുത്തു, PG എടുത്തു, എല്ലാം കഴിഞ്ഞു. പക്ഷെ ഇംഗ്ലീഷ് വലിയ നോളജും കാര്യങ്ങളും ഒന്നുമില്ല. ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം അറിയാത്തൊരു ലാംഗ്വേജ് എങ്ങനെയാ നമ്മൾ പഠിപ്പിക്കുക. ഓക്കെ, ആ ഒരു ടെൻഷൻ ഭയങ്കര. പക്ഷെ ടീച്ചർ ആവണം അതും ഒരു ആഗ്രഹം. പക്ഷെ എടുത്ത സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷും ആയിപ്പോയി. പക്ഷെ എങ്ങനെയൊക്കെയോ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്തി. ഓക്കെ, അതൊരു എന്താ ഒരു പ്രൗഡ് ഫീൽ ആണ് അല്ലെ? നിങ്ങൾ പറയുമ്പോൾ എനിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഫീലിംഗ് എന്താണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, എന്താ മിസ്സേ? പറഞ്ഞോളൂ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം മാം. ഞാൻ 2024 2 മാസമായിട്ടുള്ളൂ ഇപ്പൊ മസ്കറ്റിൽ വന്നിട്ട്. അപ്പൊ ഇവരൊക്കെ ട്രെയിനിങ്ങിന് പോണ കണ്ടപ്പോ എനിക്കും ട്രെയിനിങ്ങിന് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മസ്കറ്റിലായി പോയി. എന്നിട്ട് ഞാൻ ഇവിടത്തെ ഒരു 10-20ഓളം സ്കൂളിൽ അപ്ലിക്കേഷൻ കൊടുത്തു. ഇപ്പൊ എനിക്ക് ഇവിടെ മസ്കറ്റില് 3 സ്കൂളിൽ നിന്ന് ട്രെയിനിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അതില് ഒരു സ്കൂൾ എന്ന് പറയുന്നത് എന്റെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള മസ്കറ്റിലെ തന്നെ നമ്പർ 1 ആയ ഇന്റർനാഷണൽ സ്കൂളിലാണ്. അപ്പൊ ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത്.
നല്ല എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു മാസം ഭയങ്കര ടെൻഷനാണ്. കാരണം അവിടെ യൂറോപ്യൻസും കാര്യങ്ങളും എല്ലാവരും ആണ് പഠിപ്പിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ജാനുവരി 6th മുതലാണ് ട്രെയിനിങ്ങിന് പോകുന്നത്. അപ്പൊ എനിക്ക് 2024 കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അതാണ്. കാരണം കുറേ സ്കൂളുകാർ റിജക്ട് ചെയ്തു, ട്രെയിനിങ്ങിന് എടുക്കില്ല, ഇന്ത്യൻസിനെ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് സ്കൂളിൽ അയച്ചു. അങ്ങനെയാണ് എനിക്കിപ്പോ ഒരു ട്രെയിനിങ് 3 സ്കൂളിൽ നിന്നും ഒരുമിച്ച് വിളിച്ചു. അപ്പൊ ഞാൻ അതിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു സ്കൂളിലാണ് ഇപ്പൊ പോകാന്ന് ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ വേണം. എല്ലാവർക്കും 2025 അടിപൊളിയാകട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാട്ടോ. ഇംഗ്ലീഷ് ആണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ, അതെ ടീച്ചർ, ഞാനും ഒരു CBSE സ്കൂളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്നോട് ഈ മാസം തൊട്ടാ വരാൻ പറഞ്ഞു. ഒരു പേടി, CBSE സ്കൂൾ ആയതുകൊണ്ട് ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കല്ലോ എന്നുള്ളത്. അത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എല്ലാം നോക്കി വെച്ചിട്ട് പോവാം. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാല്, അങ്ങനെ ട്രെയിനിങ്ങിൽ പോകുന്നവരെ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് മസ്റ്റ് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഓക്കെ, നമുക്ക് ഒരിക്കലും അവിടെ പോയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ടെൻഷൻ വരും, ഫുള്ള് ബ്ലാങ്ക് ആയി പോകും. സോ നിങ്ങൾ വീട്ടിലിരുന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ അവിടെ സ്കൂളിൽ സംസാരിക്കേണ്ടത്, സ്റ്റുഡൻസിനോട് എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, ഇതെല്ലാവരും നിങ്ങളുടെ റൂമില് മുരറിന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് ഒന്നല്ല പലവട്ടം പ്രാക്ടീസ് ചെയ്യണം. ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി, ഇംഗ്ലീഷ് വരില്ല, സംസാരിക്കാൻ വരില്ല. ഓക്കെ, കുറച്ച് നമുക്ക് വെളി വീഴും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. നല്ലോണം പ്രാക്ടീസ് ചെയ്യാം, വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇത് ഫ്ലുവൻറ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സംസാരിക്കും. ഓക്കെ, അപ്പോ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം പോവാം. അവിടെ ചെന്നിട്ട് അത് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ അറിയാൻ പറ്റും, ഭയങ്കര ടഫായിരിക്കും, പേടി വരും. കാരണം പക്ഷെ തെറ്റിപ്പോകും, ഞാൻ പറയുമ്പോൾ തിരിച്ചു പോകുമോ എന്നൊരു ടെൻഷൻ വരും. പ്രാക്ടീസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ആ ടെൻഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇപ്പോഴും അതങ്ങനെ കാര്യം ശ്രദ്ധിക്കണം. പ്രാക്ടീസിന് പോകുന്നവരോ എല്ലാം ശ്രദ്ധിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, പിന്നെന്തൊക്കെയാണ് മാം, എൻ്റെ പേര് ജിസാന എന്നാണ്. ഞാൻ ശരിക്കും എൻ്റെ വീട് പാലക്കാടായിരുന്നു. ഹസ്ബൻഡ് വീടാണ് എറണാകുളം നോർത്ത് പറവൂരില്. ഞാനൊരു 16 ഏജിലാണ് കല്യാണം കഴിഞ്ഞത്, മാരേജ് കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് നല്ലോണം ഞാൻ പഠിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ സ്കൂളിലൊക്കെ ടോപ്പായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയും എൻ്റെ ഒരു ആംബിഷൻ ആയിരുന്നു ഒരു ടീച്ചർ ആവുക എന്നുള്ളത്. അപ്പോ എല്ലാവരും എഴുതുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി തരുമല്ലോ, 10th എഴുതി തരുമ്പോൾ നമുക്ക് ഓട്ടോഗ്രാഫിലൊക്കെ തരുന്നത് ടീച്ചറായി കാണട്ടെ എന്നൊക്കെയാണ് എഴുതി തന്നിരുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മള് കല്യാണം കഴിഞ്ഞ് മാരേജ് ചെയ്ത് നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും അതേപോലെ പിന്നെ പിള്ളേര് ഇതൊക്കെ ആയി 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ ഒരു സമയത്താണ് ഞാൻ തുല്യതയിൽ +1 +2 ഒക്കെ ചെയ്തത്. അതിൽ ഫുൾ A+ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്തു. അപ്പൊ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കുഞ്ഞു പിള്ളേര് നമ്മളെ വിളിക്കുന്നത് മിസ്സേ എന്നുള്ളൊരു വിളി കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മള് എവിടെയോ എത്തിപ്പെട്ട ഒരു നമ്മുടെ ഒരു കുറേ ദിവസത്തെ സ്വപ്നങ്ങൾ സഫലമായതിന്റെ ഒരു, ഇപ്പൊ പറയുമ്പോൾ തന്നെ കണ്ണൊക്കെ നിറയുകയാണ്. അത്രത്തോളം ഹാപ്പി ആയിരുന്നു ഞാന്. ഇപ്പൊ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് 15 days ആയിരുന്നു, അത് കഴിഞ്ഞു. വളരെ സന്തോഷമാണ്. ഞാൻ ഈ ഒരു നമ്മുടെ ഈ സ്മാർട്ട് ട്രെയിനൊക്കെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലോട്ട് ജോയിൻ ചെയ്തത്. കാരണം പിള്ളേരെ വെച്ച് പറ്റൂല, പക്ഷെ ഇത് വളരെ ഉപകാരമുള്ളതായിരുന്നു. എനിക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. സന്തോഷമാണ്. ഇനി അത്ര എക്സ്പീരിയൻസ് കേൾക്കട്ടെ. മിസ്സേ, എന്റെ പേര് രേഷ്മ എന്നാണ്. ഞാൻ ഇതുവരെ ട്രെയിനിങ്ങിന് പോയില്ല. ഇപ്പൊ ജനുവരി ആകുമ്പോഴത്തേക്ക് പോവാൻ വേണ്ടിട്ടാ. അപ്പൊ ഞാനാണെങ്കിൽ LKG മുതൽ 10th വരെ നമ്മുടെ ഇവിടെ അടുത്തൊരു സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പൊ അവിടെ തന്നെ എന്റെ മോളും LKGയിലെ സ്റ്റുഡന്റാ. ആ സ്കൂളിൽ തന്നെ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ. അപ്പൊ ഞാനും അവിടെ ട്രെയിനിങ്ങിന് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിക്കുന്നത്. ഓക്കെ,
ഫസ്റ്റ് ടൈം ഇതുവരെ ട്രെയിനിങ്ങിന് പോയില്ല. അപ്പം ആദ്യം പോകുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഗ്രൂപ്പിൽ എല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ എങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ പോയവരുടെ ഒക്കെ കേട്ടിട്ട് വേണം. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. എന്തൊരു കാര്യത്തിന് പോകും, ഇപ്പൊ ഇന്റർവ്യൂവിനായാലും എന്തിനെങ്കിലും പോകുമ്പോൾ ടെൻഷൻ അടിക്കരുത്. വന്നത് വരട്ടെ, ആ ഒരു മൈൻഡ് വെച്ചിട്ട് പോകും. കാരണം ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ നമ്മളെ മൊത്തത്തിൽ ഡെസ്ട്രോയ് ചെയ്യും. മനസ്സിലായോ? ഫുള്ള് ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, നമുക്കൊന്നും പറയാൻ കിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ടെൻഷൻ ഫ്രീ ആയിട്ട് എവിടെയും പോവാം. ക്ലാസ് എടുക്കാനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. എന്റെ ഫസ്റ്റ് ക്ലാസ് ഞാൻ ഇവിടെ എടുത്തപ്പോ എനിക്ക് ആരും ടെൻഷൻ, പക്ഷെ എനിക്കെന്ന് വെച്ചാല് അത് ആലോചിക്കുന്നതോടെ ടെൻഷൻ വരും, പക്ഷെ അത് ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷൻ കുറച്ച് കുറയും. മനസ്സിലായോ? അങ്ങനെ എപ്പോഴും ഫേസ് ചെയ്യുന്നത് ടെൻഷൻ പാടില്ല. കാരണം വരുന്നത് വരട്ടെ, എന്തായാലും നമ്മൾ ഫേസ് ചെയ്യണം. ആ ഒരു മൈൻഡോടെ ഇവിടെ പോവാം. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുകയില്ല. അപ്പൊ ടെൻഷൻ എന്നുള്ള സാധനം മാറ്റി വെക്കുക. അത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ടെൻഷൻ വേണ്ട. ഓക്കെ, നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകണം. എന്ത് വരട്ടെ നമ്മൾ ഫേസ് ചെയ്യും. ആ ഒരു മൈൻഡോടെ പോവാം. ഓക്കെ, ശരി മിസ്സേ. മാം, ഞാൻ ദീപിക. ഞാൻ ട്രെയിനിങ്ങിന് പോയിരുന്നു. 15 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ സത്യം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് തന്നെ. നേരത്തെ പറഞ്ഞ പോലെ ഞാനും കുട്ടിക്കാലത്ത് ടീച്ചർ ആവണം ആഗ്രഹിച്ചതായിരുന്നു. പറയുന്ന പോലെ മോൾക്ക് എന്താ ആവേണ്ടത് ചോദിച്ചാൽ ഞാൻ ടീച്ചർ ആവണം ആയിരുന്നു പറയാറുണ്ടായിരുന്നത്. പിന്നെ പഠിച്ച് വളർന്നു വന്നപ്പോ എവിടെയോ ആ ഒരു ഡ്രീം അങ്ങ് ഇല്ലാണ്ട് ആയിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറെ കാലം വിപ്രോയില് സോഫ്റ്റ്വെയർ കമ്പനിയിലൊക്കെ ജോലി ചെയ്തു. പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. ആ ഡ്രീം തന്നെ അങ്ങ് നശിച്ചു പോയ പോലെ ആയി. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരു കുട്ടികളുടെ പഠിപ്പിക്കുന്ന എല്ലാരും നാട്ടിലത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന ABCD അല്ല, കുറച്ച് കൾച്ചറൽ ടൈപ്പ് കുറച്ച് ശ്ലോകങ്ങള് അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് എന്റെ ഹസ്ബൻഡ് വഴി ഞാൻ പോവാൻ തുടങ്ങിയപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുമായിരുന്നു. ഒരു എല്ലാം സൺഡേ ആ പോവേണ്ടത്, 1 മണിക്കൂർ 1.5 മണിക്കൂർ. അപ്പൊ പോവാൻ തുടങ്ങിയപ്പോ എനിക്ക് തോന്നി, അയ്യോ, ഞാൻ എന്റെ ആഗ്രഹം എനിക്ക് നടന്ന പോലെ എനിക്ക് ഒരു ഫീൽ ഒക്കെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡാണ് ഈ സ്മാർട്ട് ഷീറ്റിനെ പറ്റി പറഞ്ഞതും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് പഠിക്കാം വിചാരിച്ച് ഓൺലൈൻ ആണല്ലോ, അങ്ങനെ ചേർന്നപ്പോ സത്യം പറഞ്ഞാൽ എനിക്കും ഒത്തിരി സന്തോഷം തോന്നി. ഇവിടെ ടീച്ചേഴ്സിന്റെ അടുക്കെ സംസാരിച്ചിട്ടും ക്ലാസ്സിൽ കയറിയിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിന് പോയി. പറഞ്ഞ പോലെ ചെറിയ കുഞ്ഞു കുട്ടികളെ ടീച്ചറെ മിസ്സേ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി പറഞ്ഞ പോലെ ആ 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലോകത്ത് ആയ പോലെ ഒരു ഫീലാ. നമുക്ക് ഭയങ്കര സന്തോഷം. ആ 1 മണിക്കൂർ എങ്ങനെയാ കഴിയുന്നത് പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുട്ടികള് അവര് മറിഞ്ഞടിച്ച് ഭയങ്കര ബഹളമാണ്. ഒരു സ്ഥലത്ത് ഇരിക്കില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവരിങ്ങനെ നടക്കും. ഒരാളുടെ സീറ്റിൽ പോയി ഇരുത്തി കഴിഞ്ഞാൽ മറ്റേ ആള് ഇറങ്ങി വരും. നല്ല രസമായിരുന്നു ടീച്ചറെ. സത്യം പറഞ്ഞാൽ അടങ്ങി ആരും ഇരുന്നില്ല, എല്ലാരും ബഹളം ഒക്കെ ആയിരുന്നു. എന്നാലും പഠിപ്പിക്കാൻ നല്ല രസമായിരുന്നു. എന്റെ പേര് സജിത. ഞാൻ മോളുടെ സ്കൂളിലാണ് ട്രെയിനിങ്ങിന് പോയത്. മോളുടെ സ്കൂളിൽ നിന്ന് ഇത്തിരി നീങ്ങിയിട്ടാണ് LKG UKG സെക്ഷൻ. അപ്പൊ അവിടെ ഞാൻ ചെന്ന് സിസ്റ്റർ അടുത്ത് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒരു 1 വീക്ക് ട്രെയിനിങ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ദിവസം ടെൻഷനോട് കൂടി പോയി. അപ്പൊ ഞാൻ സിസ്റ്റർ അടുത്ത് രാവിലെ തന്നെ വന്നപ്പോൾ ചോദിച്ചു, എന്താ സിസ്റ്റർ ഞാൻ എന്താ എടുത്ത് കൊടുക്കണം? ടീച്ചർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കൊടുത്തോളാം. അങ്ങനെ ക്ലാസ്സിൽ കയറി ഫസ്റ്റ് തന്നെ റൈം എടുത്ത് കൊടുത്തപ്പോ എല്ലാവരും ഞാൻ പാട്ട് പാടി ഡാൻസ് ചെയ്തിട്ടാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. എന്റെ ഒപ്പം തന്നെ ഒറ്റാളെ സീറ്റിലിരിക്കാണ്ട് എല്ലാവരും ഇറങ്ങി വന്ന് എന്റെ കൂടെ തന്നെ ഡാൻസ് ചെയ്യാണ്. ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട് ക്ലാസ്സില്. അപ്പൊ അവർക്ക് അത് എന്താ പറയാ, അവരൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ് ഞങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട്.
എന്നിട്ട് ലാസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോവാൻ നേരത്ത് 2 അവർ ക്ലാസ് LKG A സെക്ഷനും B സെക്ഷന് 2 അവർ 10 തൊട്ട് 12 വരെ ഇരിക്കാൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാവരും മട്ടം കൂടി ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, ടീച്ചർ നാളെ എനിക്ക് ഭയങ്കര എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് മോളുടെ സ്കൂളിലും കൂടെ കിട്ടിയപ്പോ. ഇപ്പൊ മോളെ ഞാൻ ബസ് കയറ്റാൻ നിൽക്കുമ്പോ അവര് ആ ബസ്സിലുണ്ടാവും മിസ്സേ. അപ്പൊ എന്നോട് വിളിച്ചു ഹായ് ടീച്ചർ ഹായ് എന്ന് പറഞ്ഞാണ്ട് എപ്പോഴും എനിക്ക് ടാറ്റ തരും. നല്ലൊരു എക്സ്പീരിയൻസ്. ഓക്കെ. അപ്പൊ എല്ലാവരും പോയോ? ട്രെയിനിങ്ങിന് പോയോ എല്ലാവരും? ആ കൊറേ പേരൊക്കെ 2024 ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു സജിത്, ആ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എന്താ മിസ്? സൗണ്ടേ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, എഴുതുന്നില്ലായിരുന്നു. ഓക്കെ, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് മിസ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെന്താ? കഴിഞ്ഞോ? ഓക്കെ. പിന്നെന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷോ അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ട്? മിസ്സേ ട്രെയിനിങ്ങിന് കുറെ പേരൊക്കെ പോയി. ഇതിന് പോയവരിൽ ചിലർക്കൊക്കെ ആ ചാൻസ് കിട്ടി. അടുത്ത വർഷം മുതൽ അവിടെ വന്നോളാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷെ അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് പല സ്കൂളുകാരും അവരോട് അങ്ങോട്ട് തന്നെ ചെല്ലാൻ പറഞ്ഞു. അടുത്ത വർഷം മുതൽ അങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അതൊക്കെയാണ് സ്മാർട്ടിന്റെ വിജയം എന്ന് പറയുന്നത് കേട്ടോ. ശരിയാണ്, കുറെ അങ്ങനെയാണ്, പെർഫോമൻസ് അനുസരിച്ചിരിക്കും. അതുപോലെ എല്ലാരും ചോദിച്ചു ഓൺലൈനായിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ് ഒക്കെ മനസ്സിലാവണുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിക്കും നമ്മൾ ഓഫ്ലൈനിൽ ഇരിക്കണ പോലെ തന്നെ ഡൗട്ട് ഒക്കെ ചോദിക്കാം. നമ്മൾ റെക്കോർഡ് ഇപ്പൊ 3ാമത്തെ റെക്കോർഡ് എത്തി. അതുപോലെ നമുക്ക് ഇങ്ങനെ അസൈൻമെന്റ് തരും. പിന്നെ ക്ലാസ്സിൽ ടെസ്റ്റ്, ഗൂഗിൾ ക്ലാസ് റൂമിൽ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ശരിക്കും എനിക്കതൊരു ഓൺലൈനായിട്ട് തോന്നിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ. കാരണം എന്താ വെച്ചാൽ ഓൺലൈനിൽ അങ്ങനെ ഒരു ഓൺലൈനിൽ നിന്ന് കേൾക്കുമ്പോ തന്നെ ആർക്കും അതൊരു വലിയൊരു ഇതില്ലാത്തൊരു പോലെയായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും എന്നോട് ചോദിക്കുന്നുണ്ട് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സാറിനോട് പറഞ്ഞിരുന്നോ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്? പറഞ്ഞിരുന്നോ സാറിനോട്? പറഞ്ഞിരുന്നു. സാറിന് ഭയങ്കര സന്തോഷമായി. അപ്പൊ ട്രെയിനിങ്ങിന് പോയ കാര്യമൊക്കെ പറഞ്ഞു സാറിന് ഭയങ്കര സന്തോഷമായി. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മെസ്സേജ് ഞങ്ങൾ കണ്ടിരുന്നു സാർ, ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. ഓക്കെ. പിന്നെന്താ? ഇനി പറയാത്തവരോട് പറയാൻ പറയും മിസ്. എന്തോ? അല്ല, ഇനി സംസാരിക്കാത്തവരോട് സംസാരിക്കാൻ പറയൂ. കാരണം അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് അറിയണല്ലോ. മാം ഞാൻ പറഞ്ഞോട്ടെ. ഇവരെല്ലാരും ഷെയർ ചെയ്ത മാതിരി എനിക്ക് ഇങ്ങനെ ടീച്ചർ ആവാ അങ്ങനെ ഒരു അംബീഷനേ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തതും PG ചെയ്തതും എല്ലാം MCOM ആണ്. ആദ്യം മുതലേ എനിക്കൊരു അക്കൗണ്ടന്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ ലൈഫിൽ വരുന്ന കുറെ സിറ്റുവേഷൻസ്, കുറെ ചേഞ്ചസ്, ഇത് കാരണം ഞാൻ MCOM ചെയ്തത് ഡിസ്റ്റൻസ് ആയിട്ടായിരുന്നു, വീട്ടിലിരുന്നിട്ട് തന്നെയായിരുന്നു. അതിന്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു. അപ്പോ നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമല്ലല്ലോ, കൂടെ പാർട്ട്ണറുടെ ആഗ്രഹം കൂടി നമ്മൾ നോക്കണമല്ലോ. ഒരു കുഞ്ഞാവണം എന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ ഒരു ആഫ്റ്റർ 3 years കഴിഞ്ഞ ശേഷമാണ് കുട്ടിയായത്. ഇപ്പൊ മോന് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ അവൻ ജനിച്ച സമയത്ത് വെയിറ്റ് എല്ലാം കുറവായിരുന്നു. ആദ്യം നമ്മള് ഡെലിവറി ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് കുറച്ചൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതായത് 1 വയസ്സിന് ശേഷം എന്തെങ്കിലും ഒരു ജോലി നോക്കാം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞപ്പോ വിട്ടിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഈ 1 വയസ്സ് ശേഷം വിട്ടിട്ട് പോകാനൊരു ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട്. അപ്പോ 2 വയസ്സിന് ശേഷം നോക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഈ 1 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ മോണ്ടിസോറിയുടെ കോഴ്സ് ഇങ്ങനെ പറ്റി അറിയുന്നതും ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നതൊക്കെ. അപ്പോ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. പിന്നെ അക്കൗണ്ടന്റ് എന്നുള്ളത് വിട്ടിട്ടില്ല ആഗ്രഹം.
അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഈ ചെറിയ കുട്ടികളോടുള്ള ഒരു ഇന്ററാക്ഷൻ ഇപ്പൊ എല്ലാരും ഈ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് എനിക്കും ഭയങ്കര ക്യൂരിയസ് ആണ്. എങ്ങനെയായിരിക്കും എല്ലാരും കുട്ടികളോട് ഇടപഴകുമ്പോ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ട്രെയിനിങ്ങിന് പോവാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ മോനപ്പേക്കും 2 വയസ്സാവുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് ട്രെയിനിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. അപ്പോ നമ്മളുടെ സ്വയം ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് എനിക്ക് ഏത് ജോലിയെക്കാട്ടിലും, അങ്ങനെയല്ല, അംബിഷൻ ഉണ്ട്, എന്നാൽ പോലും സ്വയം ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടെ പ്രയോറിറ്റി. അപ്പൊ അത് ഈ കോഴ്സ് ചെയ്തതിന് ശേഷം ആവുന്നുണ്ടെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ഇനി 2025 എനിക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റും, അത് തുടർന്ന് ഒരു ടീച്ചർ ആവാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഒരു കാര്യം, എല്ലാവരും ടീച്ചേഴ്സ് ആണെന്ന് ഞാൻ പറയാറുണ്ട്. ടീച്ചേഴ്സ് ആണ്, അപ്പൊ പഠിപ്പിക്കുന്നത് കുഞ്ഞുമക്കളെയാണ്. അവര് കൂടുതലും വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെ? അപ്പൊ മാക്സിമം അവർക്ക് നല്ല നല്ല രീതിയിലുള്ള അറിവുകളും എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും അവര് അത് ക്യാച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് വീട്ടിൽ നിന്ന് അമ്മമാര് പറയുന്നതിനേക്കാളും കൂടുതൽ അവർ ടീച്ചേഴ്സിന്റെ വാക്കായിരിക്കും ചിലപ്പോൾ കേൾക്കുക. അപ്പൊ നിങ്ങള് പഠിപ്പിക്കുന്നതായിക്കോട്ടെ, പറയുന്നതായിക്കോട്ടെ, നല്ല നല്ല കാര്യങ്ങളും ഈ അടുത്ത ജനറേഷൻ ആണല്ലോ അവരെ, അപ്പൊ ആ രീതിയിൽ വളരാനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക, നന്നായിട്ട് പഠിപ്പിക്കുക. ഓക്കെ, എന്തിപ്പോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ലോണം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്തിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, കുഞ്ഞുമക്കളാണെങ്കിൽ നമുക്ക് അവരുടെ രീതിയിൽ വിട്ടാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലെ? പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഏത് ഇപ്പോ ലാംഗ്വേജ് ആണെങ്കിൽ ലാംഗ്വേജ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്താണ് അവിടെ സംസാരിക്കുന്നത് അത് തന്നെ അവര് നന്നായിട്ട് ക്യാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഏതൊരു ക്ലാസ്. ഇപ്പൊ ജോലിക്ക് കുറെ പേര് അവിടെ ജോലി ശരിയായിട്ടുണ്ട്, അപ്പൊ അവരോട് കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ക്ലാസ് എടുക്കാൻ. ഓക്കെ, ഓക്കെയാണോ? പിന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണ്. ഇംഗ്ലീഷ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം നമ്മൾക്ക് വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റാൻ എന്തുകൊണ്ടാണ്? നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല, ശരിയല്ലേ? നമ്മള് പഠിച്ച സമയത്ത് ഇപ്പോ KG-യിലായാലും അല്ലാത്ത UP സെക്ഷൻ ആണെങ്കിലും LP സെക്ഷൻ ആണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത് എപ്പോഴാണ്? നമ്മൾ എങ്ങനെയാണ് പഠിപ്പിച്ചത്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരിക്കലും ആ ഒരു സിലബസ് നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഓക്കെ, ഇനി വേണ്ടത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരുപാട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് ആണ്. അത് ഇനിയിപ്പോ ഈ ജനറേഷൻ ആയാലും ഇനി വരുന്ന ജനറേഷൻ ആയാലും അത് ഇമ്പോർട്ടൻസ് കൂടെയുള്ളൂ, കുറയില്ല. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ. ഇംഗ്ലീഷ് നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അത് ശരിയാണ്, പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, എന്നിട്ട് അവർക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ ആണോ? ഒരിക്കലും ഒരു റോങ് ഇൻഫർമേഷൻ ഒന്നും പിള്ളേർക്ക് പോവരുത്. നല്ല ക്ലാസ് എടുക്കുക, ഇംഗ്ലീഷ് അവർക്ക് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കുക. ഇനിയിപ്പോ ഇപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ കാലത്ത് വെച്ചാൽ എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ട്, എല്ലാവർക്കും നോക്കുകയാണെങ്കിൽ എല്ലാവരും ക്വാളിഫൈഡ് ആണ്. പക്ഷെ സ്കിൽ എത്ര പേർക്കുണ്ട്? വളരെ ചുരുക്കമാണ്, അല്ലെ? സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് വേണ്ട ഒരു കഴിവുകളാണ്, അല്ലെ? ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏറ്റവും വേണ്ട ഒരു സ്കിൽ എന്താണ്? നമ്മുടെ ലാംഗ്വേജ് സ്കില്ലാണ്, അല്ലെ? ഇന്ററാക്ഷൻ ഏറ്റവും മസ്റ്റ് ആണ്. നമ്മളിപ്പോ കേരളത്തിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, അല്ലെ? അത്യാവശ്യം ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ സാലറി നമുക്ക് അറിയാലോ കുറവാണ്, അല്ലെ? അതിപ്പോ ഇങ്ങനെ എവിടേക്ക് പോയാലും നമുക്ക് സാലറി വളരെ കുറവാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ സ്കില്ലുണ്ട്. ഇപ്പൊ ലാംഗ്വേജ് സ്കിൽ ഉണ്ടെന്ന് വെക്കുക, ഇംഗ്ലീഷിൽ നന്നായിട്ട് ക്ലാസ് എടുക്കും, നന്നായിട്ട് സംസാരിക്കും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലേ ഉള്ളൂ, അല്ലെ? ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടും, ശരിയല്ലേ? അപ്പോ സ്കില്ല് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സ്കില്ല് ഇപ്പോ ഇല്ലെങ്കിലും ഒരിക്കലും സമയം എന്താണ് ഇപ്പോ ഇത്രയും ചിലർക്ക് ഇത്രയും പ്രായമായാലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല.
ഇനിയും നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ, ഇംപ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ടീച്ചേഴ്സ് ആവുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല, പക്ഷെ ടീച്ചർ ആയി അല്ലെ. നിങ്ങൾ എന്താണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, നിങ്ങളെ തന്നെ നിങ്ങൾ പുഷ് ചെയ്തു, കോഴ്സിലൊക്കെ അഡ്മിഷൻ എടുത്തു, നിങ്ങൾ അത് നന്നായിട്ട് പഠിച്ചു. ഓക്കെ, എന്താ ട്രെയിനിങ്ങിന് പോകാൻ പറയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ പുഷ് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് പോയത് അല്ലെ. എല്ലാവർക്കും പേടിയാണ്, പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളെ കുറെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ട്രെയിനിങ്ങിന് പോയി, നിങ്ങൾക്ക് അത് ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ശരിയല്ലേ? അതൊക്കെ നിങ്ങൾക്ക് പ്രൗഡ് ഫീൽ ആണ്. ഇനി ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു എന്ന് വെക്കുക, ഇനി നിങ്ങൾക്ക് വേണ്ടത് നല്ല രീതിയിൽ ക്ലാസ് എടുക്കണം അല്ലെ. എത്രയോ ബെറ്റർ ആയിട്ട് ക്ലാസ് എടുക്കുന്നോ അത്രയും നല്ലതാണ്. ഓപ്പർച്യൂണിറ്റി കൂടാനേ ഉള്ളൂ അല്ലെ, കൊടുത്തേ ഉള്ളൂ. അത് ഇനിയിപ്പോ KG അവിടെ നിന്ന് നമുക്ക് വേറെ ലെവലിലേക്ക് പോവാം. ഓക്കെ, ഇങ്ങനെ അതിലിപ്പോ നമ്മൾ പ്രൊമോഷൻ കിട്ടി പോകണം. ശരിയല്ലേ? ലൈഫിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ഗോൾ, ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ടീച്ചർ ആവുക, അത് ഓക്കെ സക്സസ് ആയി. ഇനി എങ്ങനെ നല്ലൊരു ടീച്ചർ ആകാം, അതിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ പിള്ളേരെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അവർക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അവരെങ്ങനെ നമ്മളൊരു റോൾ മോഡലായിട്ട് കാണണം. ശരിയല്ലേ? ആ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആ രീതിയിലെല്ലാം നിങ്ങൾ തന്നെ സ്വയം മാറ്റിയെടുക്കാൻ നോക്കാം. ഇതിപ്പോ ന്യൂ ഇയർ ആണ്, ഈ വർഷം മുതൽ എനിക്ക് നല്ലൊരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ മാറാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ നോക്കുക. കാരണം ഇംഗ്ലീഷ് കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എവിടെയും ആരുടെ മുന്നിൽ തലമുനിക്കേണ്ടി വരില്ല. ഓക്കെ, എവിടെയും കോൺഫിഡന്റ് ആയിട്ട് പോയി നിൽക്കാം. എല്ലാവരും പറഞ്ഞു എനിക്ക് ധൈര്യമില്ല, ടെൻഷനാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ടെങ്കിലല്ലേ ഈ പറഞ്ഞ ടെൻഷനും കോൺഫിഡൻസും. ടെൻഷൻ ഉണ്ടാവുകയില്ല, കോൺഫിഡൻസ് എന്താ കൂടെ ഉള്ളൂ. ശരിയാണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ശരിയാണ് മിസ്സേ. എന്താന്നറിയാം, എനിക്ക് എങ്ങനെ വേണമെങ്കിലും മലയാളത്തിൽ ഞാൻ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട് അത് ഇംഗ്ലീഷ്. അതെന്താ, എനിക്ക് ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് എനിക്കൊരു വെറുക്കപ്പെട്ട വിഷയമായിരുന്നു ഇംഗ്ലീഷ്. ആഗ്രഹമൊക്കെ ഉണ്ടാവും പഠിക്കണം, പക്ഷെ അതൊക്കെ വെയ്ക്കൂല. എനിക്ക് മാർക്കും കുറവായിരുന്നു ഇംഗ്ലീഷിൽ, എനിക്ക് CA എങ്ങാണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കത് പഠിച്ചാ പഠിയണി, എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ എന്താ ചെയ്യേണ്ടത് നമ്മള്? എന്തോ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ എന്തെങ്കിലും എളുപ്പ വഴി ഉണ്ടോ? എളുപ്പവഴി പിന്നെ എളുപ്പവഴി ഉള്ളൂ, ഒരിക്കലും എളുപ്പവഴി അല്ലാട്ടോ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നു. ഓക്കെ, പെട്ടെന്ന് ഇന്ന് ഇംഗ്ലീഷ് പഠിച്ച നാളെ ഫ്ലുവന്റ് ആവില്ല, ഒരു 2 മാസം കഴിഞ്ഞ് ഫ്ലുവന്റ് ആവില്ല, ഒരു 3 മാസം കഴിഞ്ഞാൽ ഫ്ലുവന്റ് ആവില്ല. അത് നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഞാൻ 2 ദിവസം ഇംഗ്ലീഷ് പഠിച്ചു, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. 2 ദിവസം 3 ദിവസം കൊണ്ടൊന്നും ഇംഗ്ലീഷ് കിട്ടില്ല, ഒരു 6 മാസം ഒരു 3 മാസം കൊണ്ട് ഇംഗ്ലീഷ് കിട്ടില്ല. ഓക്കെ, അതൊന്ന് ഫസ്റ്റ് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും, എനിക്കും കൂടെ ഉള്ള പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഒഴിവാക്കും. പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. കഷ്ടപ്പെട്ടാൽ മാത്രമേ ഏത് ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, എസ്പെഷ്യലി ഇംഗ്ലീഷ്. എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത ലാംഗ്വേജ് ആണെന്ന് പറയും, പക്ഷെ അതിന് ഇഷ്ടപ്പെട്ട് നോക്കിയേ, മാക്സിമം ഇഷ്ടപ്പെട്ട് പഠിക്കാം. ഓക്കെ, ഇതിപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ക്ലാസ് എടുക്കത്തില്ലേ, എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഇംഗ്ലീഷ് മാർക്ക് വളരെ കുറവായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ മിസ് ഇവിടെ വന്നിരുന്നു. എന്താ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും അറിയാവുന്ന ധൈര്യത്തിലാണ് ഞാൻ വരുന്നത്. മനസ്സിലായോ? ആ ഒരു കോൺഫിഡൻസ് ആണ്. ഇംഗ്ലീഷ് പഠിക്കണം. എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച, ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് ടീച്ചർ ആവില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. അറിയില്ല, ലാംഗ്വേജ് അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കാം? പക്ഷെ എന്താ, അറിയണം, പഠിക്കണം, എനിക്ക് ആ ഒരു ജോലി വേണം, എനിക്ക് ഇംഗ്ലീഷ് ടീച്ചർ ആവണം എന്നൊരു ഇതിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, എനിക്കിപ്പോ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക. ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വെച്ചാല് പഠിക്കണം. ആ തീരുമാനത്തിൽ മാറ്റം വരരുത്. ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വിചാരിക്കും. നാളെ നിങ്ങൾക്ക് മടി വന്നിട്ട് കാര്യമില്ല. മനസ്സിലായ? ഇന്ന് പഠിക്കാൻ തീരുമാനിച്ചു, ഇന്ന് ഒരു ബുക്ക് എടുത്തിട്ട് വായിച്ചു, ഓക്കെ, നാളെ വായിച്ചു, ഓക്കെ, മറ്റന്നാളായിരിക്കും എന്താ മടിയായി, വേണ്ട,
പറ്റണില്ല. മടി, ആ മടിയാണ് മാറ്റേണ്ടത്. ലൈഫില് ഈ മടി കൊണ്ട് നമ്മൾ ഒന്നും അച്ചീവ് ചെയ്യില്ല. ഓക്കെ, നമുക്ക് വേണ്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഈ മടി, ഈ ടെൻഷൻ, ധൈര്യക്കുറവ്, ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ആവശ്യമില്ലാത്തത്. അത് നിങ്ങൾക്ക് ഒരുപാടുണ്ട്. മനസ്സിലായോ? ശരിയാണ്. പക്ഷെ നമ്മള് എന്തെങ്കിലും എഴുതാനാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി എഴുതും. പക്ഷെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉത്തരം വരും, പക്ഷെ പുറത്തൊക്കെ പറയാൻ ഭയങ്കര പേടിയാ. തെറ്റാവോ അങ്ങനെ വിചാരിച്ചിട്ട്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ഭയങ്കര താല്പര്യം. പക്ഷെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഒത്തിരി ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ഫിലിം ഒക്കെ കാണും. അതൊരു ഒത്തിരി കാര്യങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്തോ ചെയ്യാൻ, പക്ഷെ സംസാരിക്കാൻ അത്ര അങ്ങോട്ട് പറ്റുന്നില്ല. പക്ഷെ ഒരാൾ പറയുന്നത് മനസ്സിലാക്കാനും നമ്മൾ എഴുതാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷെ സ്പീക്ക് ചെയ്യാനാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അത് തന്നെയാണ് എന്റെ പ്രശ്നം. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ എന്നെ കൊണ്ട് നടക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയട്ടെ. എല്ലാവരും കുക്ക് ചെയ്യാറില്ലേ? വീട്ടിൽ എല്ലാവരും കുക്ക് ചെയ്യാറുണ്ട് അല്ലെ? ഇപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് എന്താണ് ഓംലേറ്റ് എങ്ങനെയാ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങളുടെ ഹസ്ബൻഡിനോട്, കുക്ക് ചെയ്യാൻ അറിയാത്ത ഒരാളോട് ഓംലേറ്റ് എങ്ങനെയാ ഉണ്ടാക്കണമെന്നോ ഒന്ന് പറഞ്ഞു കൊടുത്ത് പറയുമ്പോ അവര് ഒരിക്കുമോ? അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? അവര് പോയി ഉണ്ടാക്കും. ഉണ്ടാക്കി വരുമ്പോ എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമോ? ഉണ്ടാകും, ഉണ്ടാവില്ലേ? തന്നെയാണ് ഇംഗ്ലീഷ്. നമുക്ക് ഇതെല്ലാം അറിയാം. കേൾക്കുമ്പോ എനിക്കറിയാം, എനിക്ക് ഈ വാക്ക് അറിയാലോ. പക്ഷെ പറയുമ്പോഴോ അപ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് അറിയോ പറ്റുന്നില്ല. മനസ്സിലായോ? പക്ഷെ അത് പ്രാക്ടീസ് ചെയ്താലോ, എല്ലാ ദിവസവും നമ്മൾ ആ ഒരു കാര്യം ചെയ്താലോ അത് കറക്റ്റ് ആകുമോ? എന്തൊരു കാര്യം ആയിക്കോട്ടെ, ആർക്കും ആദ്യം കുക്കിംഗ് അറിയില്ലായിരുന്നു. ചെയ്യുന്ന എല്ലാ മണ്ടത്തരങ്ങളാണ്. ചിലപ്പോൾ ഉപ്പ് കൂടും, ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെ? എന്തെങ്കിലും ഒരു കുറവ് അതിലുണ്ടാവും. നമ്മൾ വീണ്ടും ചെയ്യും, അല്ലാതെ നമ്മൾ ചെയ്യാതിരിക്കുകയാണ് ചെയ്യാം. എല്ലാവരും ഹൗസ് വൈഫ് ആണ് അല്ലെ? എല്ലാവരും കുക്ക് ചെയ്യാറുണ്ട്. എല്ലാവരും കുക്കിംഗ് പഠിച്ചു വന്നവരല്ലോ അല്ലെ? ചെയ്താണ് പഠിച്ചത്. ആദ്യം ചെയ്തപ്പോ മിസ്റ്റേക്ക് വന്നു, രണ്ടാമത് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നു, മൂന്നാമത് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വരും. പെർഫെക്റ്റ് ആണോ? ഇപ്പോഴും പെർഫെക്റ്റ് ആണോ എല്ലാവരും കുക്കിങ്ങില്? ഇല്ല അല്ലെ? അപ്പോ ചെയ്താണ് ഇതെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഈ ലാംഗ്വേജും. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാത്തെ? അങ്ങനെ വിചാരിച്ചു നോക്കി, നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യവും ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു, സംസാരിച്ചാരെങ്കിലും നോക്കിയിട്ടുണ്ടോ? സംസാരിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പോഴല്ലേ ക്ലാസ്സിനൊക്കെ ചേർന്ന് ഇംഗ്ലീഷിൽ എഴുതുന്നത്. ഇതുവരെ അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ലല്ലോ. അതാണ് കുഴപ്പ്. നിങ്ങളൊക്കെ നാട് കിടത്തണം. ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കും. മനസ്സിലായോ? അതാണ് നമ്മുടെ സാഹചര്യമാണ്. നമുക്ക് അങ്ങനത്തെ സാഹചര്യം ഇല്ല. ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യമില്ല. ചുറ്റും മലയാളമാണ്. പക്ഷെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അതൊട്ട് അതിനുവേണ്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല, പ്രിപ്പയർ ചെയ്യുന്നില്ല, ഒന്നുമില്ല. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കണം. ഇതൊക്കെ നടപടിയാവുന്ന കാര്യമാണോ? അല്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ എന്ന് വെക്കുക. ഇനി അങ്ങോട്ടൊരു കാര്യം ചെയ്യും. ഞാൻ പറയാം, ഡെയിലി സിനിമ കാണുകയൊന്നും ചെയ്യണ്ട. ഇപ്പൊ അതങ്ങനെ വിട്ടേക്കും. ഇംഗ്ലീഷ് കേൾക്കുക. എല്ലാവരും പറയും ഇംഗ്ലീഷ് കേൾക്കുന്നതല്ലാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കി, കേൾക്കാൻ പറയുന്നത് അത്രയും ശ്രദ്ധിച്ചിരിക്കണം. നമ്മള് ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടു, ആ സബ് ടൈറ്റിൽ വെച്ച് അതിന് മിക്കവരും കാണാം. ഓക്കെ, അത് വായിക്കും മനസ്സിലാവും അങ്ങനെ വിടും. പിന്നീട് ആ സബ് ടൈറ്റിൽ മാറ്റി നമ്മൾ കാണണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന അവരുടെ ഡയലോഗ് കാണാം, അല്ലെങ്കിൽ ആ പിക്ചറൈസേഷൻ കാണാം. എന്താ നമ്മൾ ശ്രദ്ധിക്കാം? കുറച്ചു നേരം നമ്മൾ ശ്രദ്ധിക്കും. എന്ത് പോഡ്കാസ്റ്റ് കേട്ടാലും നമ്മൾ കുറച്ചു നേരം ശ്രദ്ധിച്ചിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ മൈൻഡ് പോകും. ഒരിക്കലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കില്ല. ശരിയല്ലേ? ശരിയാ, ശരിയായിട്ടുള്ള കാര്യ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് കാണുക കേൾക്കുക എന്നുള്ള ഓപ്ഷൻ വിടാം. അത് നമുക്ക് ചെയ്യാം. ഇപ്പൊ വേണ്ട, നമ്മൾ ബിഗിനേഴ്സ് ആണ്, നമുക്കൊന്നും അറിയാത്തവരാണ്. സോ ഒരു ബുക്ക് വാങ്ങുക. ബുക്ക് വാങ്ങിച്ചില്ലെങ്കിലും മക്കളുണ്ടെങ്കിൽ മക്കളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുത്ത് വായിക്കുക. ഓക്കെ, ഒരു ദിവസം ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കാം. മസ്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ ഇന്ന് മുതൽ ആ ഡിസിഷൻ എടുക്കുക. ഞാൻ മസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ബുക്ക് വായിച്ചിരിക്കും, ഒരു ഹാഫ് ആൻ അവർ ഞാൻ വായിച്ചിരിക്കും. എത്ര ടൈമാണെങ്കിലും നിങ്ങൾ എപ്പോ വേണമെങ്കിലും, അത് നിങ്ങളുടെ ടൈം അനുസരിച്ച് എപ്പോ ഫ്രീ ടൈം കിട്ടുന്നോ അപ്പൊ വായിക്കാം.
ശ്രദ്ധിച്ച് വായിക്കുക, ഫോൺ മാറ്റി വെക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഫോൺ മാറ്റി വെക്കുക. കാരണം വായിക്കാനിരിക്കുന്ന സമയത്ത് വരുന്ന കാര്യങ്ങളുണ്ട്. മടി വരും, ഉറക്കം വരും, നമ്മുടെ മൈൻഡ് വേറെ പലയിടത്തൊക്കെ പോകും. നമ്മൾ ചിന്തിക്കും ഒരുപാട് കാര്യങ്ങൾ. അന്ന് ഇതുവരെ ഇല്ലാത്ത തിങ്കിങ് ആയിക്കോളും നമ്മൾ ബുക്ക് എടുത്ത് വായിക്കുന്നു. വേറെ കാര്യങ്ങളൊക്കെ ആലോചിക്കും, നമ്മുടെ മക്കളുടെ കാര്യം ആലോചിക്കും, ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ്, ഇനി എന്ത് ഫുഡ് ഉണ്ടാക്കണം, ഇതൊക്കെ ആലോചിക്കുന്ന സമയം വായിക്കുമ്പോഴാണ്. മനസ്സിലായോ? പിന്നെ ഫോണിൽ എന്തെങ്കിലും ഒരു മെസ്സേജിന് വരും, നോട്ടിഫിക്കേഷൻ വരും, ക്യൂരിയോസിറ്റി ആയിരിക്കും. പക്ഷെ ആരായിരിക്കും, എന്തായിരിക്കും? ജസ്റ്റ് ഫോൺ എടുക്കും, നോക്കും, മെസ്സേജ് കണ്ടു, ഓക്കെ, റിപ്ലൈ കൊടുത്തു. അതിനുശേഷം പിന്നെ യൂട്യൂബിലേക്കോ ഇൻസ്റ്റയിലേക്കോ റീൽസ് കാണാം, ഷോർട്സ് കാണാം, വീഡിയോസ് കാണാം. എത്ര സമയം പോയി? മനസ്സിലായോ? അപ്പൊ ബുക്ക് വായിക്കുന്ന സമയം എപ്പോഴും സൈലന്റ് ആയിട്ട് നിങ്ങൾ മാത്രമുള്ള ടൈമിൽ ആ ഒരു കൺവീനിയന്റ് ആയ ഒരു ടൈം നിങ്ങൾ തന്നെ നോക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് വായിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, ഇനി കുറച്ച് ലൈഫ് ഒന്നേ ഉള്ളൂ, മനസ്സിലാക്കാം. ആ ഒരു കുറച്ച് സമയമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. ഓക്കെ, ഇപ്പൊ ടീച്ചർ ആയപ്പോ കുറച്ചെങ്കിലും പ്രൗഡ് ഫീൽ ഉണ്ടായിരുന്നു. നമ്മളെ ഓർത്ത് തന്നെ ഒരു ഞാൻ ആ ടീച്ചർ ആയപ്പോ എനിക്ക് എന്തൊരു സന്തോഷമല്ലേ? നമുക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് അത്. മറ്റുള്ളവരെ ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡിനെ സന്തോഷിപ്പിക്കുന്നുണ്ട്, മക്കളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, ഓക്കെ. പക്ഷെ നമുക്കുള്ള സന്തോഷം വേണ്ടേ? യൂട്യൂബില് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കാണുന്നത് നല്ലതല്ല. യൂട്യൂബിലെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ വരുന്നത് കാണുന്നുണ്ട്. അത് എഴുതിയെടുക്കുന്നുണ്ട്. പിന്നെ സെന്റൻസ് ആയി നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വേർഡ്സുകളും സെന്റൻസുകളും ഒക്കെ മലയാളത്തിൽ തന്നിട്ട് പിന്നെ അവരത് ഇംഗ്ലീഷിലാക്കി പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആ ക്ലാസ് കാണുന്നുണ്ട്. അത് നോട്ടൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. പിന്നെ ഒരു കാര്യം, വായിക്കാന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ, അതിന് മറക്കരുത്. അത് ഇപ്പോഴും വേണം. ബുക്കില്ല, ബുക്ക് കിട്ടിയില്ല, ഞാൻ ബുക്ക് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല, അതൊന്നും വേണ്ട. പിള്ളേരുടെ ബുക്ക് ഉണ്ടോ എടുത്ത് വായിക്കാം. ഇംഗ്ലീഷ് ബുക്ക് എവിടെ കണ്ടാലും എടുത്ത് വായിക്കാം. എന്നിട്ട് മനസ്സിലാവാത്ത വേർഡ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒരു നോട്ട്ബുക്കും വേണം സെപ്പറേറ്റ്. ആ വേർഡ് എഴുതി വെക്കുക, കണ്ടുപിടിക്കുക, മലയാളം കണ്ടുപിടിക്കുക, എഴുതി വെക്കുക, പഠിക്കുക. എഴുതി വെക്കുന്ന വേർഡ് സെപ്പറേറ്റ് ഇരുന്ന് വായിക്കുക, പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഇനി ഇപ്പൊ പറഞ്ഞു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേറൊരു വിഷയം എന്താണെന്നറിയോ? ടെൻസ് അറിയില്ല. ടെൻസ് അറിഞ്ഞാല് നിങ്ങൾക്ക് ഈ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ഞാൻ ടെൻസ് നന്നായിട്ട് പഠിപ്പിച്ചു തരാം. സിമ്പിൾ ആണ്, പഠിക്കാൻ തോറും എളുപ്പമാണ്. ഇഷ്ടത്തോടെ പഠിക്കണമെന്നേ ഉള്ളൂ. ടെൻസ് പഠിച്ചാല് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്ന സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ പോയി എന്ന് പറയുന്ന സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെൻസ് പഠിക്കണം. ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും വരും കേട്ടാ പഠിക്കാന്നൊക്കെ പറയും, പക്ഷെ ടെൻസ് പഠിച്ചേ പറ്റും. ടെൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവില്ല. പക്ഷെ ടെൻസ് പഠിച്ചതിന് ശേഷം മിസ് പറഞ്ഞ ശരിയായിരുന്നു എന്നു പറയും. ഓക്കെ, ബേസിക് എപ്പോഴും അറിഞ്ഞിരിക്കണം. എന്തിന്റെ ആയിട്ടൊക്കെ എന്തായിക്കോട്ടെ ബേസിക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ വായിക്കുക എന്നുള്ള ശീലം അതൊരു ശീലമാക്കാം, ഹാബിറ്റ് ആക്കാം, ഒരു ഹോബി ആക്കാം. ഇഷ്ടത്തോടെ വായിക്കാം. മനസ്സിലാവില്ല കേട്ടോ, ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാവില്ല, ഉറക്കം വരും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് വായിക്കുക. എനിക്ക് വായിക്കണം, എനിക്ക് പഠിക്കണം, ആ ഒരു ഉദ്ദേശത്തോടെ ഇരിക്കുക. ചെയ്യോ? ഇത്രയും പേര് കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലാം ചെയ്യോ? ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് എടുക്കാം, ചെയ്യാം. ഇനി മുതൽ ചെയ്യും. ഇന്ന് മുതൽ ചെയ്യാം. ടെക്സ്റ്റ് റീഡിങ് എല്ലാം. ഓക്കെ, ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ പറയാം നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങളോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് സ്വന്തമായിട്ട് ഉണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ അതാണ്. നിങ്ങൾ എന്തൊക്കെ യൂട്ടിലൈസ് ചെയ്യാത്തേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരുമില്ലെന്നാണ് പരാതി. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാലോ, പൊട്ടത്തായിക്കോട്ടെ, ആയിക്കോട്ടെ, സംസാരിക്കുക. ഓക്കെ, പറയുന്ന ആരും കറക്റ്റ് ആയിരിക്കില്ല. മനസ്സിലായോ? തെറ്റുമെന്ന് ഓർത്തിട്ട് പറയാണ്ടിരിക്കണ്ട. പറയാ, കളിയാക്കിയുമില്ല, ആരും കളിയാക്കില്ല. മനസ്സിലായോ? അതെ മിസ്സേ, ഗ്രൂപ്പിൽ ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കലുണ്ട്. അതാവുമ്പോ ആരും എന്താ തെറ്റുണ്ടെങ്കിൽ തിരുത്താന്നല്ലാതെ കളിയാക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളേതായ രീതിയിൽ പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കലുണ്ട്. സംസാരിക്കുമ്പോ ടെക്സ്റ്റ് ചെയ്യണ്ട കേട്ടോ, വോയിസ് നോട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ടെക്സ്റ്റ് ചെയ്യും. ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് കിട്ടും. നമുക്ക് ടെക്സ്റ്റ് ചെയ്യല്ലേ, ഇംഗ്ലീഷ് ഒക്കെ വരും. വോയിസ് നോട്ട് ഒന്ന് അയച്ചു നോക്കി.
ടഫായിട്ട് പോകും. അപ്പോ വരുന്ന ഇംഗ്ലീഷ് വോയിസ് നോട്ട് അയക്കാം, ആരും ടെക്സ്റ്റ്. ഓക്കെ, ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോ നിങ്ങൾ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചിട്ടേ പോകുള്ളൂ. ഓക്കെ ആണോ? മാക്സിമം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. കാരണം റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ശരിയാണ്. ലൈവ് ക്ലാസ്സിലാവുമ്പോൾ നമുക്ക് പരസ്പരം കുറെ ഡൗട്ട് ഒക്കെ ചോദിച്ച് കുറച്ചുകൂടി ക്ലിയർ ചെയ്ത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏത് കഴിഞ്ഞ ക്ലാസ് ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആയിക്കോട്ടെ, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ പഠിച്ചതെല്ലാം ബേസിക് ആണ്, അത് ഓർത്ത് ടെൻഷൻ എടുക്കണ്ട. ടെൻസ് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലിയർ ആവും. ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഓക്കെ ആണോ? പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് ഒരിക്കലും നമുക്ക് പഠിച്ചാൽ തീരില്ല. അത് നമ്മുടെ ജീവിതം അവസാനിക്കുന്ന വരെ നമുക്ക് പഠിക്കാനുള്ള സാധനമുണ്ട് ഇംഗ്ലീഷ്. ഒരിക്കലും അത് തീരില്ല. മനസ്സിലായോ? അപ്പോ വായിക്കുക എന്നൊരു റീഡിങ് എന്ന് പറയുന്നത് ഹാബിറ്റ് ആക്കുക, ഹോബി ആക്കി മാറ്റാം till the end of our life. ഓക്കെ, ഒരിക്കലും ഇല്ല. കാരണം ഓരോ ദിവസം കൂടുന്നതിൽ ഓരോ പുതിയ പുതിയ വേർഡ്സ് വന്നുകൊണ്ടിരിക്കുക ഇംഗ്ലീഷിലാണ്. ഗ്രോയിങ് ലാംഗ്വേജ് ആണ്, മറ്റ് ലാംഗ്വേജിനെ പോലല്ല. ഗ്രോയിങ് ലാംഗ്വേജ് ആണ്, ഡെയിലി വളർന്നുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് ആണ്. പുതിയ പുതിയ വേർഡ്സ് എല്ലാം ഉണ്ട്, പല പല പുതിയ കാര്യങ്ങളും വരും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, പണ്ട് ഹൗ ആർ യു എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താ ചോദിക്കുക? ഇപ്പൊ എന്താ ചോദിക്കുക? അതന്നെ, വാട്സാപ്പ്. ഇത്രേ ഉള്ളൂ. എന്താ പറഞ്ഞേ? ഗ്രോയിങ് ലാംഗ്വേജ് ആണ്. അപ്പൊ ലാംഗ്വേജ് വളരും തോറും നമ്മൾ അതിന്റെ കൂടെ തന്നെ വളരും. അപ്ഡേറ്റഡ് ആയിരിക്കുക, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. പണ്ടത്തെ ലാംഗ്വേജ് അല്ല ഇപ്പോ. പണ്ട് പറയുന്ന ഇംഗ്ലീഷ് അല്ല നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുക എന്നുള്ളത് എന്നും നമ്മുടെ ലൈഫിൽ വേണം. നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കളും വളരുന്നത്. ഫുൾ ടൈം ഫോൺ ഇരിക്കരുത്. ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിൽ പോലും ഫോൺ അധികം യൂസ് ചെയ്യേണ്ട. ഓക്കെ, ഫോൺ നിങ്ങളുടെ ലൈഫില് ഒരു ടൈം സെറ്റ് ചെയ്യും. എപ്പോഴും ഒരു ദിവസം ഇന്ന കാര്യങ്ങൾ ഞാൻ ഇന്നപോലെ ചെയ്യും. എപ്പോഴും ഒരു ടൈം സെറ്റ് ചെയ്ത് ടൈം ടേബിളിൽ ലൈഫ് കൊണ്ടുപോയി നോക്കി, സൂപ്പർ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് പയ്യെ നിങ്ങൾ വായിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് കിട്ടുന്ന ബുക്ക് കേട്ടോ. ഇന്ന ബുക്ക് ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യും ഒന്നും പറയണ്ട. കിട്ടുന്ന ബുക്ക് വായിക്കും. ഏറ്റവും സിമ്പിൾ പിള്ളേരുടെ ബുക്ക് വായിക്കുന്നതാണ്. മനസ്സിലായോ? KG സ്റ്റുഡൻസിലേക്ക് ബുക്ക് വായിക്കുന്നതാണ് ഏറ്റവും സിമ്പിൾ. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് പയ്യെ പയ്യെ വേറെ ബുക്കിലേക്ക് പോകും. ഇംഗ്ലീഷ് മൂവീസ് കാണുന്നുണ്ട്, ഒരുപാട് സിനിമ കാണുന്നുണ്ട് അല്ലെ? ഈ പറയുന്ന ആക്ടേഴ്സ് എല്ലാം നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അവര് അഭിനയിച്ച് നമ്മളെ എന്റർടൈൻ ചെയ്യുന്നു. പക്ഷെ അവരുടെ ലൈഫിൽ അവരെന്താ ചെയ്യുന്നത്? ഒരിക്കലും അവർ സിനിമ കണ്ട് സമയം കളയുന്നുണ്ടോ? ഇല്ല അല്ലെ? ഒരുപാട് അവർ നന്നായിട്ട് വായിക്കുന്നുണ്ട്. റീഡിങ് നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് നമ്മുടെ ഫേമസ് ആയ എല്ലാവരും എടുത്ത് നോക്കൂ. എല്ലാവരും റീഡിങ് എന്നൊരു ഹാബിറ്റാക്കി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? നിങ്ങൾ ആരും വേണമെങ്കിലും എടുത്തോ. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നവരെ പോലും എടുത്തോ. അവരോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് ചോദിച്ചു നോക്കിയേ. അവർക്ക് പറയാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ. ഇത്രയും എങ്ങനെ ഫ്ലുവന്റ് ആയി എന്ന് ചോദിച്ചു നോക്കും. ഇവൻ ഞാൻ പോലും ഫ്ലുവന്റ് അല്ല, ടു ബി ഓണസ്റ്റ്. ഓക്കെ, ഫ്ലുവന്റ് ആവണ്ടേ? ഇതുപോലെ ആവണമെങ്കിൽ അവരെ പോലെ നമ്മൾ കഷ്ടപ്പെടണം. ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് എന്തും ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. എന്തും. ക്ലിയർ ആയോ? എല്ലാം കേറിയോ? തലയിൽ കേറിയോ എല്ലാനെ? ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇറക്കി വിടരുത്. ഓക്കെ, ക്ലിയർ ആയി മാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് കാണാം. റീഡിങ് ഹാബിറ്റിലേക്ക് കൊണ്ടുപോകാം. ഇതൊരു റിക്വസ്റ്റ് ആണ്. എനിക്ക് വേണ്ടി ചെയ്യും നിങ്ങൾ. എനിക്ക് വേണ്ടി എന്തില്ല, എനിക്ക് വേണ്ടിയില്ല, നമുക്ക് വേണ്ടി ചെയ്യും. ഓക്കെ, ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പണ്ടേ നന്നായിനെ അല്ലേ? ശരിയല്ലേ? ഒരാള് നമുക്ക് ഇല്ലാത്തോണ്ടേ. Ma'am, we will try our level best. പറയാൻ എളുപ്പ, ട്രൈ ചെയ്യണം. അതാണ് ട്രൈ ചെയ്യണം. ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടീച്ചർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് അതില്ലായിരുന്നു. ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചെടുക്കാൻ? ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യണതന്നെ, ABCD അക്ഷരം പഠിപ്പിക്കുന്നതന്നെ.
കാലം മാറി, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുവരെ അങ്ങനെ ടീച്ചർ ആവണം എന്നുള്ള ഒരു തോന്നലൊന്നും ഇല്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ഒരു വിചാരമില്ലേന്നുണ്ട്. ഇപ്പോഴാണ് ഉണ്ടായത്, ഇപ്പൊ ഇതിൽ ഈ കോഴ്സും ചേർന്നതിന് ശേഷം. അതുകൊണ്ട് നോക്കുന്നുണ്ട്. യൂട്യൂബിൽ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഫുള്ള് എഴുതി എടുക്കുന്നുണ്ട് ടീച്ചർ. എഴുതി എടുത്ത് തന്നെ പഠിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ മകനായിട്ട് പറഞ്ഞ, മകനും ഞാനും ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ നമുക്ക് വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോ ചെയ്യായിരുന്നോ പണി. അമ്മ 10ലെത്തി. അവൻ CBSE ആണ്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന മകനാണ്. അപ്പൊ അവനായിട്ട് എന്നോ ചെയ്യായിരുന്നോ പണി. പക്ഷെ അന്നൊന്നും ഇംഗ്ലീഷ് വേണമെന്ന് തോന്നിയില്ലേന്നോ. ഇപ്പോഴാണ് തോന്നിയത് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് പേടി, ടീച്ചിങ്ങിന് ട്രെയിനിങ്ങിന് പോവാൻ പേടി. നമ്മൾ പറഞ്ഞ കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരും. ഫസ്റ്റില് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് കേട്ടിട്ടേ മക്കൾക്ക് ചിരി വരും. അപ്പൊ നമ്മളെ മനസ്സ് വേദനിക്കുന്ന് വിചാരിച്ചിട്ട് അവര് പറയും ഇങ്ങനെ തന്നെയാ പഠിക്കുക, അതിന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ പറയും. പിന്നെ നമുക്ക് വിചാരിക്കും അവർക്ക് കേട്ട് കഴിയുമ്പോ നമ്മളെ കളിയാക്കുമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ മക്കള് നല്ല സപ്പോർട്ടാ. അവര് പറയും നമ്മളോട് ഇങ്ങനെ തന്നെയാണ് ഫസ്റ്റ്. നമ്മളിപ്പോ ആദ്യം മുതലേ CBSE പഠിച്ചതുകൊണ്ടല്ലേ, അല്ല ഉമ്മാന്റെ ഒക്കെ പോലെ നമ്മൾ സാധാരണ ഒരു സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചിക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അല്ലേയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. പറഞ്ഞ് തിരുത്തിയൊക്കെ തരുന്നുണ്ട് തെറ്റുന്നത്. എനിക്ക് അതേപോലെ ട്രെയിനിങ്ങിന് പോവാൻ തന്നെ പേടി ഇംഗ്ലീഷ് കാര്യം ആലോചിച്ചിട്ടാ. എനിക്ക് നല്ല കോൺഫിഡന്റ് ഉണ്ട് ക്ലാസ് എടുക്കാനൊക്കെ, പക്ഷെ മലയാളം അല്ലല്ലോ, ഇംഗ്ലീഷ് അല്ലേ. അതാണുള്ള പ്രശ്നം. ഇംഗ്ലീഷ് ആയതുകൊണ്ടുള്ള ഒരു പോവാൻ അങ്ങനെ ഒരു പേടി മനസ്സിലായി. ആ ഒരു ടെൻഷൻ എനിക്കുണ്ട് മാം. ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. മോന്റെ സ്കൂളിൽ ഫുള്ള് ഇംഗ്ലീഷാ സംസാരിക്കണം. അപ്പൊ എനിക്ക് KG ആവുമ്പോ നമുക്ക് കുട്ടികൾ അത്രക്ക് അങ്ങോട്ട് ഇംഗ്ലീഷ് അല്ല, കുറച്ചൊക്കെ ഇംഗ്ലീഷ് കേറി വന്നിട്ടുള്ള മലയാളാണല്ലോ നമ്മള് അവരെ പഠിപ്പിക്കുക. അപ്പോ ആ ഒരു സമാധാനത്തിലാണ് February 1 പോണെന്ന് വിചാരിക്കണേ. പക്ഷെ അതിന്റെ മുന്നേയായിട്ട് കുറെയൊക്കെ പഠിച്ചെടുക്കണം. ഈ ഒരു മാസം മുന്നിലുണ്ടല്ലോ. അതുപോലെ ടീച്ചേഴ്സ് ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലാവും സംസാരിക്കുക. അപ്പൊ അതും അതിലേറെ പേടിയാ അതാലോചിക്കുമ്പോ. നമ്മള് പേടിക്കണ്ട, അവിടെ ചെന്ന് കഴിയുമ്പോ നിങ്ങൾക്ക് ലാംഗ്വേജ് സെറ്റ് ആവും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവർക്കും സിമ്പിൾ ആണ്, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാം. നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, രാവിലെ നമുക്ക് എനിക്ക് ഇതൊക്കെ ചെയ്യാലോ അല്ലെ. ഓൺലി മോർണിംഗ് എനിക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, മനസ്സിലായോ. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യണം, വായിക്കണം, യൂട്യൂബിൽ കാണാം, കേൾക്കാതെ ഓക്കെ. റീഡിങ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, മസ്റ്റ് ആയിട്ട് ചെയ്യണം. റീഡിങ് എന്തായാലും ചെയ്യണം. യൂട്യൂബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നൊന്നും ഓക്കെ, അതൊക്കെ സൈലന്റ് ആയിട്ട് വെക്കുക. കൂടെ റീഡിങ് എന്ന് പറയുന്ന ഹാബിറ്റ് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ ഇന്ന് മുതൽ റീഡിങ് എന്ന് പറയുന്ന ഹാബിറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഒന്ന് മൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് സംസാരിക്കാം. ഓക്കെ മാം, സൈൻ ഔട്ട് പറയാം. If you never try, you will never know. Sign out by Fasila Jalil. Okay. Apo, thank you once again. Happy New Year to you all. Happy New Year, ma'am. Happy New Year, miss. Thank you.